ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ലോകം വലിയവരാകുവാൻ, സമ്പന്നരാകുവാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. അതിനുവേണ്ടി ഇന്ന് പലതരത്തിലുള്ള ജീവിത മാർഗങ്ങളിലൂടെ മനുഷ്യൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള തൊഴിൽ മേഖലകളിലൊക്കെ വ്യാപരിക്കുന്നതും. അവരോട് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സമ്പന്നരാകണം, ഞങ്ങൾക്ക് കൂടുതൽ സമ്പാദ്യം കിട്ടണം, ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണം. അതിനുവേണ്ടി ഇന്ന് മനുഷ്യൻ പലതരത്തിലുള്ള വഴികൾ ഓടുകയാണ്. എന്നാൽ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, കാരണം മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. നമ്മുടെ ജീവിതം അനുഗ്രഹമായി സമ്പന്നതയിൽ ഉയരണമെങ്കിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് തൻ്റെ മകനായ കൊച്ചു തോബിയാസിന് കൊടുക്കുന്ന ഉപദേശമാണിത്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ഇന്ന് എടുക്കാനായിട്ട് കാരണം, ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഏറ്റവും വലിയ സമ്പന്നതയുടെ, ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ഒരു സമ്പന്നതയുടെ മുകളിൽ എത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായതുകൊണ്ടാണ്. ഒരു ഇടവക ദേവാലയത്തിലെ തിരുനാളുമായി ബന്ധപ്പെട്ട് അവിടെ വചനപ്രഘോഷണത്തിന് പോയപ്പോൾ ആ നോട്ടീസ് വായിക്കാനിടയായപ്പോൾ അതിൽ ഈ നോട്ടീസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: MG ഫിലിപ്പിന് ഷെവലിയാർ പട്ടം നൽകി ആദരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ മനുഷ്യൻ ആ ഇടവകയിലെ അംഗമാണെന്ന് എനിക്ക് മനസ്സിലായി. കൊല്ലത്തെ ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യർ ജീവിക്കുന്ന കാരിച്ചൽ ഇടവകയിലെ ഒരു അംഗമാണ് ഈ മനുഷ്യനെന്ന് മനസ്സിലായി, MG ഫിലിപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് ഷെവലിയാർ പട്ടം കൊടുത്ത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായി സംസാരിക്കാനുമായിട്ട് ഒരു അവസരമുണ്ടായി. അപ്പോൾ എൻ്റെ ആ തിരുനാൾ ദിനത്തിലെ ആ പ്രസംഗത്തിന് പോയപ്പോൾ ഈ മനുഷ്യനെ എനിക്ക് നേരിട്ട് കണ്ടുമുട്ടാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ 1-ാം നമ്പർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1000-ലേറെ തൊഴിലാളികളുണ്ട്. അദ്ദേഹം ഇന്ന് അനേകം ബിസിനസ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ ചെന്ന് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹവുമായിട്ട് അടുത്തിടപെട്ടപ്പോൾ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ വചനത്തിൽ പറഞ്ഞ തോബിയാസിന് കൊടുത്ത വചനത്തിൻ്റെ ഉപദേശം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തോബിത്തിൻ്റെ ജീവിതാനുഭവമായിട്ട് വളരെ സാമീപ്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട എന്ന് തോബിയാസിനോട് പറയുന്നത് പോലെ ഈ MG ഫിലിപ്പിനോട് തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു: നമ്മൾ ദരിദ്രരായിരിക്കുന്നത് നിനക്ക് ആദി വേണ്ട. എന്താണ് നീ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ഭക്തി നിനക്കുണ്ടായിരിക്കണം. നീ പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. അവിടത്തേക്ക് പ്രീതികരമായത് മാത്രം അനുഷ്ഠിക്കണം. പ്രിയമുള്ളവരെ, ഈ വചനം ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കാനായിട്ട് തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചു. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുത്ത് ജീവിച്ചു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ നീതിബോധമുള്ള ഒരു ജീവിതമായിട്ട് മാറി. ഇന്ന് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ ഉയർന്ന മാർക്ക് നേടി IAS ആയി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറാം. നീ ഏറ്റവും കൂടുതൽ നല്ല
കോഴ്സുകൾ പഠിച്ച് അതിന് കൂടുതൽ വിജയം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ഒരു ഉന്നതി കിട്ടും, ഉയർന്ന അവസ്ഥയിൽ നിനക്ക് ഉയരാം, നീ സമ്പന്നനായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്. പക്ഷേ ആ മക്കളുടെയൊക്കെ ജീവിതാവസ്ഥ പാതി വഴികളിൽ തകർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ആധുനിക ലോകത്തിലും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ MG ഫിലിപ്പ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തെ പോലുള്ള അനേകർ ഇന്ന് നമ്മളെ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അവരവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒന്നാമത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്ന തോബിത്തിൻ്റെ പുസ്തകത്തിൽ വചനം ഓർമ്മിപ്പിക്കുകയാണ്, മാതാപിതാക്കളോടുള്ള ആദരവും കരുതലും ഉണ്ടായിരിക്കണം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 3-4 വചനങ്ങൾ തോബിയാസിനോട് പറയുകയാണ്. അവൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, അമ്മയുടെ ഹിതം നോക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് നീ ഓർക്കണം. കൊച്ചു തോബിയാസിന് കൊടുക്കുന്ന മനോഹരമായ ഉപദേശമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മക്കൾ സമ്പന്നരാകണം, അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ആ വേദനയുടെ നിമിഷങ്ങളിൽ കടന്നു പോകുമ്പോഴും ഈ ഉപദേശം മക്കൾക്ക് കൊടുക്കാൻ കഴിയണം. ഈ അപ്പൻ പറയുകയാണ്, കാരണം വാർദ്ധക്യത്തിൻ്റെ പടുകുഴിയിൽ കടന്നു പോകുമ്പോഴും മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും മക്കൾക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അവർക്കൊരിക്കലും അനുഗ്രഹം കിട്ടില്ല, സമ്പന്നതയിൽ ഉയരാനായിട്ട് പറ്റുകയില്ല. ഇത് തോബിത്തിന് അറിയാവുന്നത് കൊണ്ട് തോബിയാസിനോട് പറയുകയാണ്, നീ അവളെ ആദരിക്കണം, അമ്മയെ ആദരിക്കണം. കാരണം 9 മാസക്കാലം അല്ലെങ്കിൽ 8-7 മാസങ്ങളിൽ നിന്നെ ഉദരത്തിൽ അമ്മ വഹിച്ചപ്പോൾ അമ്മ കടന്നുപോയ അപകടങ്ങൾ, അമ്മ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ, നൊമ്പരങ്ങൾ നീ മനസ്സിൽ ഓർക്കുവാനും അത് മനസ്സിൽ കണ്ട് ധ്യാനിക്കുവാനും തയ്യാറാകുമ്പോൾ അമ്മയെ നിനക്ക് എങ്ങനെ ആദരിക്കാതിരിക്കാൻ പറ്റും? അമ്മയുടെ നേരെ എങ്ങനെ വിരൽ ചൂണ്ടി അമ്മയെ കുറ്റാരോപണം നടത്തി അമ്മയെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അമ്മയുടെ ജീവിതത്തെ ദുസ്സഹമാക്കാൻ പറ്റും? ഒരിക്കലുമില്ല. കാരണം അതുകൊണ്ടാണ് തോബിയാസിനോട് പറയുന്നത്, മകനെ നീ ഓർക്കണം, കാരണം അവളെ നീ വേദനിപ്പിക്കരുത്. നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടു. അമ്മയ്ക്ക് വേണമെങ്കിൽ ഉദരത്തിൽ വെച്ച് നിന്നെ നശിപ്പിക്കാമായിരുന്നു. ഈ ആധുനിക ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഭ്രൂണഹത്യയെ പോലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവത്തോടെ സ്വന്തം സുരക്ഷിതത്തിന് വേണ്ടി മക്കളെ കൊല്ലുന്ന അമ്മമാരില്ലേ? സംരക്ഷിക്കേണ്ട ഗർഭപാത്രം, അനുഗ്രഹമാകേണ്ട ഗർഭപാത്രം കൊലക്കളമായി മാറുന്ന കാലഘട്ടം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നില്ലേ? ആധുനിക ലോകത്തിൽ ഭ്രൂണഹത്യ കുഴപ്പമില്ല, സാരമില്ല, കുറച്ചു നാളൊക്കെ ഇത് ചെയ്യാമെന്ന് പറയുമ്പോഴും ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം മുതൽ അതിന് ദൈവാത്മാവിൻ്റെ ചൈതന്യമുണ്ടെന്നും ജീവനുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ ഈ അമ്മ ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ എത്രമാത്രം അപകടങ്ങളിലൂടെ കടന്നു പോകുന്നു, എത്രമാത്രം വേദനയുടെ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വീർത്ത വയറുമായി ഉദരത്തിലുള്ള കുഞ്ഞിനെ മാത്രം മനസ്സിൽ കണ്ട് ആ കുഞ്ഞിന് വേണ്ടി എല്ലാ അവകാശവും നിന്ദനവും വാങ്ങി എല്ലാ പരിമിതികളിലൂടെ സന്തോഷത്തോടെ കടന്നു പോകുവാൻ ഒരമ്മ തയ്യാറാകുന്നത് ഈ കുഞ്ഞിനോടുള്ള കരുതലും സ്നേഹവുമാണ്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഇതിനെക്കുറിച്ച് ധ്യാനിക്കാറില്ല. അമ്മ കടന്നുപോയ, അമ്മ വഹിച്ച ത്യാഗത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിയുമ്പോൾ അമ്മയെ ആദരിക്കാനായിട്ട് തോന്നും, അമ്മയെ സ്നേഹിക്കാനായിട്ട് തോന്നും, അമ്മയെ വിഷമിപ്പിക്കാതിരിക്കുവാനും അമ്മയെ സംരക്ഷിക്കുവാനും മക്കളിന്ന് തയ്യാറാകും. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഈ അവബോധം കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോഴേ പകർന്നു കൊടുത്താലേ മക്കളുടെ ജീവിതം അനുഗ്രഹമാവുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20 പറയുകയാണ്, അപ്പനെയും അമ്മയെയും പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ചില കുടുംബങ്ങളിലെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? ജന്മം നൽകിയ മാതാപിതാക്കളോട് നിഷ്ഠൂരമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന മക്കൾ, മാതാപിതാക്കളെ തെരുവുകളിൽ വലിച്ചെറിയുന്ന മക്കൾ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ മാതാപിതാക്കൾക്ക് സംരക്ഷണം ആകേണ്ട മക്കൾ സ്വന്തം ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി മാതാപിതാക്കളെ വലിച്ചെറിയുമ്പോൾ അവർ ഓർക്കുന്നില്ല, അവർ അനുഗ്രഹത്തെയാണ് തട്ടിക്കളയുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹം പ്രാപിക്കുവാൻ
ഒന്നാമത് നമ്മൾ എടുക്കേണ്ട നിലപാട് മാതാപിതാക്കളോട് ആദരവും കരുതലും കാണിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കണം. കാരണം അവർ കാണപ്പെട്ട ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അപ്പോൾ അമ്മയെയും അപ്പനെയും പ്രാകുന്നവൻ്റെ വിളക്ക് അണഞ്ഞു പോകുമെന്ന സുഭാഷിതങ്ങൾ പറയുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷമതകൾ, കുറവുകൾ മൂലം നിനക്ക് അർഹതപ്പെട്ട പരിഗണനയും സ്നേഹവും കരുതലും ഒക്കെ ലഭിച്ചില്ലെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ തള്ളിക്കളയുമ്പോൾ യഥാർത്ഥത്തിൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന സമ്പത്തിനെ നീ തള്ളിക്കളയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-22 പറയുകയാണ്, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. അനുഗ്രഹം പ്രാപിക്കുവാൻ നീ എന്ത് വലിയ വലിയ ഡിഗ്രികളും വലിയ വലിയ കോഴ്സുകൾ പഠിച്ചാലും അതൊന്നും അനുഗ്രഹമായി തീരുകയില്ല. അനുഗ്രഹമായി തീരണമെങ്കിൽ നീ കുറച്ച് പഠിച്ചിട്ടേ ഉള്ളുവെങ്കിലും ആ പഠനം പോലും നിന്നെ മഹത്വത്തിലും സമ്പന്നതയിലും ഉയർത്തണമെങ്കിൽ നീ മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, കരുതുക, അവരെ ആദരിക്കുക. രണ്ടാമത് തോബിത്ത് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുന്ന തോബിയാസിനോട് പറഞ്ഞു കൊടുക്കുന്ന ധാർമ്മികമായ ഉപദേശമെന്ന് പറയുന്നത് തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ഒരു പിതാവ് മക്കൾ അനുഗ്രഹമായി സമ്പന്നതയിൽ ഉയരുവാനായിട്ട് ഒരു പിതാവ് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ദൈവത്തോട് അവരെ ചേർത്ത് നിർത്തി ജീവിതകാലം മുഴുവൻ നമ്മുടെ കർത്താവിനെ ഓർക്കണമെന്നും ഒരിക്കലും പാപം ചെയ്യാതെ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാതെ ജീവിക്കണമെന്നും മക്കളോട് മാതാപിതാക്കൾ പറയാറുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? ഇന്ന കോഴ്സ് പഠിക്കടാ, ഇത് ചെയ്യടാ, ഇരുന്ന് പഠിക്കുക, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, വേദപാഠ ക്ലാസ്സുകളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവവചന വായന, കുടുംബ പ്രാർത്ഥന ഇവയിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നീ പഠിക്ക്, ഇന്ന കോഴ്സ് പഠിക്കുക, ഇന്ന സ്ഥലത്ത് ചെന്ന് ട്യൂഷന് പോ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മക്കളെ മാതാപിതാക്കൾ സമ്മർദ്ദം കൊടുത്ത് വളർത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ആ മക്കളുടെ ഭാവി സമ്പന്നതയിലും അനുഗ്രഹത്തിലും എത്തുകയില്ല. നിങ്ങൾ കൊടുക്കേണ്ടത് തോബിത്ത് പഠിപ്പിക്കുകയാണ്, ദൈവത്തോട് മക്കളെ ചേർത്ത് നിർത്തി വളർത്തുക. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 27 പറയുകയാണ്, പേര് പറയുവാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. കാരണം ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം മക്കൾ ചില വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയാൽ അത് തന്നെയാണ് ആ മക്കളുടെ തകർച്ചയ്ക്കും അസ്വസ്ഥതയ്ക്കും ആരംഭവും കാരണവും അവസാനവും. വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് മക്കൾ അവരുടെ പഠനത്തെ പോലും ഒരു വിഗ്രഹമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. ചില കോഴ്സുകൾ ഒരു വിഗ്രഹമാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ട്. ദൈവചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ചിലതൊക്കെ വിഗ്രഹമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന ആളായി തീരണം. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 18-19 വചനങ്ങൾ, നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അവ ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നതാണ്. ഇന്ന് പലരും ഏകസത്യ ദൈവത്തെ മറന്ന് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മറന്ന്, ലോക ചരിത്രത്തിൽ ദൈവം ഇടപെട്ട സംഭവങ്ങളെയൊക്കെ മറന്ന്, ദൈവത്തെ മറന്ന് പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട്, വിഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ ഈ തരത്തിലുള്ള തിന്മകളുമായി ചങ്ങാത്തം കൂടാനോ ഇത്തരത്തിലുള്ള തിന്മകളുടെ പിന്നാലെ പോകാനോ ഇടയായാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചകൾ കടന്നു വരും. അപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവർ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, ഏകസത്യ ദൈവം, ആ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാവൂ, മറ്റുള്ള വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. ഈ ലോകത്തിലെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്, പലതരത്തിലുള്ള തിന്മകളുണ്ട്, കാരണം ചിലർക്ക് ചില സൗന്ദര്യം ഒരു വിഗ്രഹമാകും, ചിലർക്ക് ഒരു പാണ്ഡിത്യം ഒരു വിഗ്രഹമായി മാറും, ചില കൂട്ടുകെട്ടുകൾ ഒരു വിഗ്രഹമായി മാറും. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും സമ്പന്നരായി തീരുകയില്ല, മക്കളുടെ ജീവിതം ശോഭിക്കുകയില്ല, മക്കൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തോബിത്ത്
തൻ്റെ മകൻ തോബിയാസിന് കൊടുത്ത ഉപദേശം ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യരുത്, അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയും അരുത്. ഇന്ന് കാരണം ദൈവചിന്ത ഉള്ള മനുഷ്യന്, ദൈവത്തെ ഭയപ്പെടുന്നവന് പാപം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവനറിയാം ഈ പാപം ചെയ്യുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെയൊക്കെ തലമുറയ്ക്ക്, നമ്മുടെയൊക്കെ മക്കൾക്ക് ഈ ഒരു അവബോധം മാതാപിതാക്കൾ കൊടുക്കാത്തത് കൊണ്ട് ചില പാവങ്ങളൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. ഒരു പെൺകുട്ടിയുടെ തോളിലിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന മനോഭാവമാണ് ഇന്ന് പലർക്കും ഉള്ളത്. ഇന്ന് പലതരത്തിലുള്ള തിന്മകൾ, കാരണം ചില തെറ്റുകളെ, ചില പാവങ്ങളെ ഒക്കെ കുഴപ്പമില്ല, ഇതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വരാൻ കാരണം എന്താണ്? ദൈവത്തിൽ നിന്ന് അവരകറ്റപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കുഴപ്പമില്ല. ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ നടക്കാനും കറങ്ങാനും ഒക്കെ നമ്മുടെയൊക്കെ മക്കൾ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി വളർത്തിയത് കൊണ്ടാണ് ഇന്ന് മക്കൾ അത് അനുഗ്രഹമാകാതെ പോയത്. മൂന്നാമത് തോബിത്ത് തൻ്റെ ആ മകന് തോബിയാസിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? നീ സമ്പന്നനായിട്ട് മാറണമെങ്കിൽ തോബിയാസ് പറയുകയാണ്, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-8, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, തുടർന്ന് തോബിത്ത് പറയാണ്, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. തോബിത്ത് തൻ്റെ മകനോട്, തോബിയാസിനോട്, കാരണം നിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ സമ്പന്നതയിലും അനുഗ്രഹത്തിലും നിലനിൽക്കണമെങ്കിൽ നീ ചെയ്യേണ്ട മറ്റൊരു ധർമ്മമാണ് ദാനധർമ്മം. കാരണം പാവപ്പെട്ടവനുണ്ട്, ചുറ്റുപാടുകളിൽ പാവപ്പെട്ടവനുണ്ട്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 11 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയെയും ദരിദ്രനെയും നിൻ്റെ സഹോദരന് വേണ്ടി കൈയച്ചു കൊടുക്കുക, എന്തെന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. കാരണം ഭൂമിയിൽ എപ്പോഴും ദരിദ്രരുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ചു മാറാൻ പാടില്ല. പീഡിതരായിട്ടുള്ളവരെയും ബലഹീനരായിട്ടുള്ളവരെയും ദരിദ്രരെയൊക്കെ നമ്മൾ സഹായിക്കണം, ദാനധർമ്മം ചെയ്യണം. സമ്പത്ത് മാത്രമല്ല, നമ്മൾക്ക് സാധിക്കുന്ന കായികപരമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. ദാനധർമ്മം ചെയ്യുവാനായിട്ടുള്ള മനോഭാവം ഉണ്ടാകണം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 10-11, എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ചെറുപ്രായത്തിൽ തന്നെ ഈ ബോധ്യം കൊടുക്കണം. കാരണം പാവപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ അവരോടൊരു മനസ്സലിവുണ്ടാകണം. അവർ ദരിദ്രരായിട്ട് ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കവരെ കണ്ടിട്ട് ഒന്നും കൊടുക്കാതെ പോകാൻ പാടില്ല. ചെറിയ രീതിയിലെങ്കിലും സാധിക്കുന്ന രീതിയിലെങ്കിലും ദാനധർമ്മം ചെയ്യണം, സഹായിക്കണം. നിൻ്റെ നിലവാരമനുസരിച്ച് മറ്റുള്ളവരോട് നിനക്ക് ദാനധർമ്മം ചെയ്യാനായിട്ട് കഴിയണം. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. നിൻ്റെ നിരവധിയായ പാപങ്ങൾ ദാനധർമ്മത്തിലൂടെ നീക്കം ചെയ്യപ്പെടും. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ എത്ര പേര് കൊടുക്കുന്നുണ്ട്? അനുഗ്രഹം പ്രാപിക്കണം, മക്കൾ വലിയവരാകണം, ഉയരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ വചനത്തിനനുസരിച്ച് തോബിത്തിൻ്റെ ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. നാലാമത് തോബിത്ത് വീണ്ടും ഒരു ഉപദേശം കൊച്ചു തോബിയാസിന് കൊടുക്കുകയാണ്. എന്താണ്? തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12, എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക, നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യജാതികളിൽ നിന്ന് വിവാഹം ചെയ്യരുത്, നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെയെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തതെന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. പ്രിയമുള്ളവരെ, കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വിശ്വാസ സംസ്കാരമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു പിൻതലമുറയാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം
ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കാനായിട്ട് മക്കളെ പരിശീലിപ്പിക്കണം. തോന്നുന്നത് പോലെ ലോകത്തിലെ പല മതവിഭാഗങ്ങളിൽ പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ ഇടപെടും, സ്നേഹപൂർവ്വമൊക്കെ അവരുമായിട്ടൊക്കെ ജീവിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ എടുക്കുമ്പോൾ, കുടുംബജീവിതത്തിലെ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതായിരിക്കണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. മക്കളെ ആ ബോധ്യത്തിൽ വളർത്തണം. കാരണം അല്ലെങ്കിൽ ആ മക്കൾ അനുഗ്രഹം പ്രാപിക്കാതെ പോകും. നിയമാവർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായം 19-20 വാക്യങ്ങൾ: നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്, നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. തോബിയാസിന് കൊടുക്കുകയാണ്, നീതിപൂർവ്വം എല്ലാവരോടും ഇടപെടണം. നീതിപൂർവ്വം ഇടപെടുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്കും നിൻ്റെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായിട്ട് മാറും. വീണ്ടും നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ: നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നീകൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇവർ കർത്താവിന് നിന്ദ്യരാണ്. നമ്മുടെയൊക്കെ മക്കളെ ഈ വചനത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോൾ അവർ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ യുവത്വത്തിൻ്റെ നാളുകളിലൊക്കെ ഈ ബോധ്യങ്ങൾ വചനത്തിലോട്ട് കൊടുക്കാനായിട്ട് കഴിയണം. ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊന്നും പാവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. എങ്കിൽ കൂടി ദൈവവചനം ചില കാര്യങ്ങൾ പാവമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരിക്കലും അത് പാലിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല, അത് അങ്ങനെയുള്ള പാവങ്ങളിൽ ചെന്ന് വീഴാനായിട്ട് പാടില്ല എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകുമ്പോൾ അത് പാലിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും അനുഗ്രഹവും ഉണ്ടാകും. പ്രിയമുള്ളവർ, ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിച്ചത് നമ്മുടെ കഴിവോ മിടുക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മനോഭാവങ്ങളിലൂടെ നേടിയെടുക്കുന്നതൊന്നുമല്ല നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. ദൈവവചനം പറയുന്ന രീതി അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ബഹുമാനവും കൊടുത്ത് നീതിപൂർവം ജീവിച്ച് ദരിദ്രരെ സഹായിച്ച് നന്മയിൽ ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും തകർച്ചയുണ്ടാവുകയില്ല. നമുക്കുള്ള സമ്പാദ്യം ദൈവം കാത്തു സംരക്ഷിക്കും. അതിന് ദൈവം കോട്ട കെട്ടും. മാതാപിതാക്കളെ വിഷമിപ്പിച്ച് മാതാപിതാക്കളെ നിന്ദിച്ച് അവരെ തള്ളിക്കളഞ്ഞ് നമ്മൾ നേടുന്നത് അനുഗ്രഹമായിട്ട് മാറുകയില്ല. ദൈവത്തെ മറന്ന് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ലോകത്തിൻ്റെ തിന്മകളുമായി കൂട്ടിച്ചേർന്ന് നമ്മൾ നേടുന്നത് നമ്മളെ അനുഗ്രഹിക്കുകയില്ല. ദരിദ്രരെ കണ്ടിട്ട് ബലഹീനരെ കണ്ടിട്ട് അവർക്ക് അർഹമായ പരിചരണവും സംരക്ഷണവും കൊടുക്കാതെ അവർക്ക് ദാനധർമ്മം ചെയ്യാതെ ഹൃദയം കഠിനമാക്കി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ തലമുറയും നമ്മളും അനുഗ്രഹമായി തീരുകയില്ല. അതുപോലെ ദൈവം നമുക്ക് നൽകിയ ഒരു വിശ്വാസ ജീവിത ശൈലിയുണ്ട്. നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഒരു വിശ്വാസ ചൈതന്യമുണ്ട്. ഈ വിശ്വാസ ചൈതന്യത്തെ തല്ലിക്കെടുത്തുന്ന തെറ്റായ ജീവിത ശൈലികളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുത്താൽ നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല. ഈ ദിനത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ തോബിത്ത് തൻ്റെ പ്രിയ മകൻ തോബിയാസിനോട് പറഞ്ഞ ഉപദേശം നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കാം. അത് മറ്റുള്ളവർ അനുഗ്രഹമാകുവാൻ, മറ്റുള്ളവർക്കും ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരും വിജയത്തിലും സമ്പന്നതയിലും ജീവിക്കണമെന്നാണല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോട് സ്നേഹവും കരുതലും അവരോട് ആദരവ് പുലർത്തി എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തോട് ഐക്യപ്പെട്ട് നീതിപൂർവം ജീവിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ സമ്പന്നതയിൽ ഉയർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിലെ തിന്മയുടെ കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീണ് സമ്പന്നരാകുവാൻ ശ്രമിക്കാതെ ദൈവ വഴികളിലൂടെ വഴി നടന്ന് സമ്പന്നതയിലും സൗഭാഗ്യത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.